മീഡിയ വൺ എന്ന മൗദൂദി ചാനൽ എല്ലാ വിഷയവും ഇരുട്ടുമുറിയിൽ ചർച്ച ചെയ്യുമെന്നാണ് ദാവൂദ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് വിവാദം വന്നിട്ടുണ്ട്. മൗദൂദി ചാനലിന്റെ പത്രമായിട്ടുള്ള മാധ്യമം എന്ന സ്ഥാപനത്തിനകത്ത് സഹപ്രവർത്തകയുടെ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരുത്തനെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ടുണ്ട്. ദൃശ്യം നോക്കിയേ. പെരിന്തൽമണ്ണ MLA നിൽക്കുന്ന ആ മഹാൻ കോഴിക്കോട് ഓഫീസിൽ വെച്ച് സഹപ്രവർത്തകയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റിമാൻഡിലാണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നു? കേരളത്തിലെ മൗദൂദി മാപ്രകളുടെ ചില ലീലാവിലാസങ്ങളാണിതൊക്കെ. അത് എത്ര വിദഗ്ധമായിട്ടാണ് മുക്കുന്നതെന്ന് നോക്കിയേ. അതിനുശേഷം വാർത്ത കൊടുത്തിട്ടുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായിട്ട് തന്നെ നമ്മൾ കാണണം. ആർക്കും മൈക്രോസ്കോപ്പ് വെച്ചല്ലാതെ കാണാൻ പറ്റില്ല. അമ്മാതിരി ചെറിയ കോളത്തിൽ സഹപ്രവർത്തകയോട് മോശം പെരുമാറ്റം, പ്രതി അറസ്റ്റിൽ. കോഴിക്കോട് ചേവയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. സ്ഥാപനത്തിൽ വെച്ച് ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറി എന്നാണ് പരാതി. കേട്ടല്ലോ, സ്വകാര്യ സ്ഥാപനം, മാധ്യമം പത്രം, അതിൻ്റെ പേരെഴുതാൻ വലിയ പാട്. ഒരാൾ മാധ്യമം പത്രത്തിലെ കോഴിക്കോട് ജീവനക്കാരൻ, അവൻ്റെ പേര് പുറത്തു പറയാനായിട്ട് വല്ലാത്ത വേദന. അപ്പോൾ എന്താണ് കേരളത്തിലെ മൗദൂദി മാപ്രകളുടെയൊക്കെ ഡബിൾ സ്റ്റാൻഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? മാധ്യമത്തിലെ റിപ്പോർട്ടറായ മുജീബ് ചോയ് മഠമാണ് നിലവിൽ സഹപ്രവർത്തകയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തൂക്കി റിമാൻഡിലാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള പ്രവർത്തനങ്ങളാണ് ചില മൗദൂദി സ്ഥാപനങ്ങൾക്കകത്തൊക്കെ നടക്കുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ അടുത്ത് ഇടപഴകാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണോ എന്ന സംശയം ഇപ്പോൾ ഉയരുകയാണ്. കാര്യം, മൗദൂദികളുടെ സ്ഥാപനത്തിനകത്ത് ഇത്രമാത്രം നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടും അതിനകത്തുള്ള മൗദൂദി മഹാരഥന്മാർ കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് ഇന്ന് വൈകിട്ട് അജിംസും ദാവൂദൊക്കെ ഇരുന്ന് കാണ്ടം ഒരു വിശദീകരണം നടത്തുമോ എന്ന് നാട്ടുകാർ വളരെ കൗതുകത്തോടു കൂടി കാത്തിരിക്കുകയാണ്. കേരളത്തിലെ മൗദൂദികൾ ഡയലോഗ് എങ്ങനെയാണ്, പ്രവൃത്തി എങ്ങനെയാണ് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് മാധ്യമ സ്ഥാപനത്തിനകത്ത് സഹപ്രവർത്തകയെ പീഡിപ്പിച്ചത്. ഏതോ ഒരു സ്ഥാപനത്തിനകത്ത് ഒരുത്തൻ പീഡിപ്പിച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുത്ത് വിദഗ്ധമായി മുക്കിയത്. റിമാൻഡിലുള്ള പ്രതിയും മാധ്യമ റിപ്പോർട്ടറെക്കുറിച്ച് മറ്റു മാധ്യമ സ്ഥാപനങ്ങളും വാർത്ത കൊടുക്കാതെ പിന്തുണ കൊടുത്ത ആ പീഡനത്തിലുള്ള ഐക്യദാർഢ്യമുണ്ടല്ലോ, നാട്ടുകാർ അവിടെയാണ് യാഥാർത്ഥ്യങ്ങൾ ചിലത് തിരിച്ചറിയേണ്ടത്.